വാർത്തകൾ തുടരുന്നു. വനിതാ ദേശീയ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം വേദിയാകുന്നു. അടുത്ത സീസണിൽ നടക്കുന്ന അന്തർദേശീയ മത്സരങ്ങൾക്ക് ഇന്ത്യൻ വനിതാ ടീമിലേക്കുള്ള കളിക്കാരുടെ തെരഞ്ഞെടുപ്പും ഇവർക്കുള്ള പരിശീലനവുമാണ് തൃപ്രയാർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ മാസം നാടിന് സമർപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ ഗ്രാമീണ ഇൻഡോർ സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങളും അന്തർദേശീയ നിലവാരത്തിലുള്ള കോർട്ടും ടീമിലെ അംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ച് പരിശീലനം നടത്തുവാനുള്ള സൗകര്യവുമാണ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തൃപ്രയാർ സ്റ്റേഡിയം തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സായ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ പരിശോധന നടത്തി. രാജ്യത്തെ മികച്ച വോളിബോൾ കോർട്ടാണ് തൃപ്രയാറിലെ സ്റ്റേഡിയത്തിലുള്ളതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 46 പേർ ഈ മാസം 16, 17, 18 തീയതികളിൽ നടക്കുന്ന സെലക്ഷൻ ട്രയലിൽ പങ്കെടുക്കും. ഇതിൽ നിന്നും 24 പേരെയാണ് അന്തിമ പരിശീലന ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഇവർക്കുള്ള പരിശീലനം 6 മാസം നീണ്ടു നിൽക്കും. ഒക്ടോബർ 13 മുതൽ 21 വരെ തായ്ലാന്റിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്കാണ് ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം തൃപ്രയാറിലെ പരിശീലന ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന രാജ്യാന്തര മത്സരം. ഇന്ത്യൻ ടീമിന്റെ ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പ്രവേശനവും തായ്ലൻഡിലെ മത്സരം ആശ്രയിച്ചിരിക്കും. മുതിർന്ന പൗരന്മാരുടെ സുരക്ഷയെ ലക്ഷ്യമാക്കി സംസ്ഥാന പോലീസ് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിയുടെ ഭാഗമായി കാട്ടൂരിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കാട്ടൂർ പോലീസിന്റെയും കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പോംപെ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അധ്യക്ഷയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, ഇരിങ്ങാലക്കുട CI TS സിനോജ്, കാട്ടൂർ SI MA ടോമി, ASI PI ജഗദീഷ് എന്നിവർ സംസാരിച്ചു. മുറ്റിച്ചൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് നട തുറന്നു. ഇതോടനുബന്ധിച്ച് ബ്രഹ്മകലശം, സഹസ്രകലശാഭിഷേകം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ്, അന്നദാനം തുടങ്ങിയവ നടന്നു. 3 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവരാമൻ ഭഗവാന്റെ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചവാദ്യത്തിലും ചെറുശ്ശേരി കുട്ടന്മാരാർ മേളത്തിലും അകമ്പടിയായി. പഴങ്ങാപ്പറമ്പിൽ നാരായണൻ നമ്പൂതിരി, പഴങ്ങാപ്പറമ്പിൽ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി N രാമകൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. KSKTU നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KA വിശ്വംഭരൻ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനുശേഷം 13 മാസക്കാലമായി ഉള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഈ നാളുകളിൽ നടത്തുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നമ്മുടെ സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുകയും വരുന്ന ഒരു വർഷക്കാലം ഈ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുകയുമാണ് മുഖ്യമായും ഈ കൺവെൻഷൻ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം. അപ്പോൾ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ നമ്മൾ വർഷങ്ങളോടുകൂടി തന്നെ നോക്കിക്കാണേ വരാൻ വേണ്ടി പോകുന്ന ഒരു വർഷക്കാലം ഈ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തതാണ് ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി. ആ രീതിയിൽ നമുക്ക് വരുന്നൊരു വർഷക്കാലത്ത് നമ്മൾ സംഘടനാ പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി നമുക്ക് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ KSKTU പഞ്ചായത്ത് പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ നാട്ടിക ഏരിയ സെക്രട്ടറി K രാമചന്ദ്രൻ, CPIM നാട്ടിക ലോക്കൽ സെക്രട്ടറി TK ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയമ്പലം പള്ളിത്താനം മുയിനുദ്ദീൻ ചിസ്തി മസ്ജിദിലെ അജ്മീർ മൗലിദ് വ്യാഴാഴ്ച നടന്നു. സക്കീർ ഹുസൈൻ ലത്തീഫി നേതൃത്വം നൽകി. കൂളിമുട്ടം അകപറമ്പിൽ ശ്രീ ഭദ്രകാളി ഘണ്ടാകർണസ്വാമി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തി. രാവിലെ ഗണപതി ഹോമം, ബ്രഹ്മകലശ പൂജ, തുടർന്ന് താളമേള, താലപ്പൊലിയോടുകൂടി വിഗ്രഹങ്ങൾ എഴുന്നള്ളിച്ച് പ്രതിഷ്ഠ നടത്തി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, ചാണാടിക്കൽ സുരേഷ് ശാന്തി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
കാളിമലർക്കാവ് ക്ഷേത്രത്തിലെ നടതുറപ്പ് പൊങ്കാല ആഘോഷിച്ചു. ക്ഷേത്രപാലകൻ VR ശിവദാസും ക്ഷേത്രം കാർണവർ ശ്രീകൃഷ്ണൻ പടിഞ്ഞാറ്റയിലും പൊങ്കാലയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ ബിന്ദു പണിക്കർ, വൈദേഹി എന്നിവർ പൊങ്കാലയിട്ടു. പൊങ്കാലയിടാൻ നിരവധി സ്ത്രീകൾ എത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ BJP പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പോലീസ് പിടിയിലായ പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. വനിതാ ദേശീയ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയം വേദിയാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.